ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ അമലു ആണെങ്കിൽ ഗംഗയുടെ വാക്കുകളൊക്കെ വിശ്വസിച്ചിട്ട് അമലുവിൻ്റെ വയറ്റിൽ ഗംഗയുടെ ഒരു കുഞ്ഞും വളരുന്നുണ്ട്. അത് ആരും തന്നെ അറിഞ്ഞിട്ടില്ല. ക്രിസ്മസ് അപ്പൂപ്പൻ്റെ വേഷം അവിടെ ഇരിക്കുന്നത് കാണുന്നുണ്ട്. ഇതെന്താ ഇത് എന്ന് ചോദിക്കുകയാണ് ഗംഗ. അപ്പോൾ ആ സമയത്ത് അമല് പറയാണ്, അയ്യോ അത് ഞാൻ പറഞ്ഞില്ലല്ലേ, ഇവിടെ ഒരു ക്രിസ്മസിൻ്റെ ഒരു പള്ളിയുണ്ട്, അതിൽ ക്രിസ്മസിൻ്റെ അവസരം നല്ല പ്രോഗ്രാമും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് എല്ലാവരും അവിടേക്ക് പോകും. ഈ വേഷത്തിലാണ് എല്ലാവരും പോയി അവിടെ ചെന്ന് കളിക്കുകയൊക്കെ ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് ഒരു കടയൊക്കെ ഇട്ടിട്ട് അതിൽ ഞങ്ങൾ കച്ചവടമൊക്കെ നടത്തി ചെയ്യും എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് എന്തായാലും വിനായകേട്ടന് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്ന് പറയുകയാണ്. അങ്ങനെയാണ് ഗംഗ ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ വേഷത്തിൽ തന്നെ പോകാം, ഈ വേഷത്തിൽ പോയി കഴിഞ്ഞാൽ വിനായകേട്ടനെ ആരും തിരിച്ചറിയില്ലല്ലോ എന്ന് അമല് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പം മനസ്സിൽ ഗംഗ ആലോചിക്കുകയാണ്, അതെ ഈ വേഷത്തിൽ തന്നെ പോകും, അത് ഇവരുടെ പള്ളിപ്പെരുന്നാളിനോ പള്ളിയിലെ ചടങ്ങിനൊന്നും അല്ല പോകേണ്ടത്, നാട്ടിലേക്കാണ് ഒരമ്മയെയും മകളെയും തീർക്കാൻ. ഈ വേഷത്തിൽ പോയി കഴിഞ്ഞാൽ എന്നെ ആരും അറിയില്ല എന്നങ്ങനെ മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതേ സമയത്താണെങ്കിൽ ഇവരിങ്ങനെ ആ വേഷത്തിൽ നമ്മുടെ ഗംഗ ആ വേഷത്തിൽ അതായത് ആ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ വേഷം കെട്ടിപ്പൊതിഞ്ഞ് അവനൊരു കവറിലാക്കി കൊണ്ടുപോവുകയാണ്. അങ്ങനെ അവൻ കാടൊക്കെ താണ്ടി പുഴയ്ക്ക് താണ്ടി രാത്രി സമയത്താണ് എല്ലാവരെയും കണ്ണ് വെട്ടിച്ച് അവൻ കാടിൽ നിന്ന് നാട്ടിലേക്ക് പുറത്ത് കടക്കുകയാണ് ചെയ്യുന്നത്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ കല്യാണിയും കിരണും അവർ പ്രണയത്തിൻ്റെ ആയൊരു ഇതിൽ അവരുടെ ബെഡ്റൂമിലെ ഒരു പ്രണയവും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. കിരൺ കല്യാണിയോട് പറയുന്നുണ്ട്, ഈ ക്രിസ്മസ് നമ്മൾ ഒന്നിച്ചതിന് ശേഷമുള്ള 5ാമത്തെ ക്രിസ്മസ് ആണ്. നമ്മുടെ മകന് 3 വയസ്സായി, കല്ലുമോന്. ഇനിയിപ്പോൾ അടുത്ത ക്രിസ്മസിൽ നമുക്ക് ഒരു കുഞ്ഞുകൂടി വേണ്ടേ, കല്ലുമോന് ഒരു കൂട്ടായിട്ട് ഒരാൾ കൂടി വേണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്തായാലും അതൊക്കെ കേട്ടിട്ട് കല്യാണി പുഞ്ചിരിയോട് കൂടി അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും അവരുടെ പുതിയൊരു ജീവിതം ഒരാൾ കൂടി അവരുടെ ജീവിതത്തിലേക്ക് വേണം എന്നുള്ള ഒരു ആഗ്രഹവും കാര്യങ്ങളും അവരുടെ പ്രണയ നിമിഷങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗംഗ മരണപ്പെട്ടു, ഇനിയിപ്പോൾ ആരുടെയും ശല്യമില്ല എന്നൊരു ആശ്വാസത്തിൽ അതൊക്കെയായിരുന്നു അവരുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ ദീപയുടെ മരണം, അതൊക്കെയാണ് ഓരോ കാര്യങ്ങൾ അവരിങ്ങനെ വേണ്ട എന്ന് വെച്ച് പല കാര്യങ്ങളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഇനിയിപ്പോൾ ഒരു തടസ്സം ഇല്ല, മനസ്സിന് സന്തോഷവും ജീവിതത്തിൽ സമാധാനം ഒക്കെ ഉള്ളായിരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു തെറ്റിദ്ധാരണയിലാണ് ശരിക്കും അവരങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ ലക്ഷ്മി അമ്മയും അതുപോലെ തന്നെ കാർത്തികയും കൂടി സംസാരിക്കുകയാണ്. ഈ ക്രിസ്മസിൻ്റെ തലേദിവസം തന്നെയാണ്. അപ്പോൾ ലക്ഷ്മി അമ്മയും കാർത്തികയോട് പറയുന്നുണ്ട്, മോളുടെ വിവാഹം അത് ഞങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ സ്വപ്നമാണ്. ആ ഗംഗ മരിച്ചതിന് ശേഷം ഒരു സമാധാനമാണ് ഇപ്പോൾ ഉള്ളത്. മോളുടെ വിവാഹം നടത്തുന്നതിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ അവൻ്റെ ഒരു കാമുകിയുണ്ടല്ലോ, ആ സ്റ്റെഫി എന്ന് പറയുന്നവൾ, അവളിപ്പോൾ ജയിലിലാണുള്ളത്. അവൾക്ക് നമ്മളോട് തീരാത്ത പകയാണുള്ളത്. ഗംഗ മരണപ്പെട്ടത് നമ്മളൊക്കെ കാരണമാണല്ലോ. അതുകൊണ്ട് തന്നെ അവൾ നമ്മളെ വെറുതെ വിടില്ല. ഇനിയിപ്പോൾ നിന്റെ കല്യാണം മുടക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ അവൾ ഉണ്ടാക്കിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തായാലും പേടിച്ചിരിക്കണം എന്നിങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ഇവിടേക്ക് അവരുടെ വീട്ടിലേക്കും ക്രിസ്മസിൻ്റെ കരോൾ വരികയാണ്. അപ്പോൾ ഒരുപാട് വേഷങ്ങൾ ഇങ്ങനെ അപ്പൂപ്പൻ്റെ വേഷം അണിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ അതിൻ്റെ ഇടയിലുണ്ട്. അങ്ങനെ അതിൽ നിന്നും ഒരാൾ മാത്രം മാറി ഒളിച്ചു നിൽക്കുക, അത് നമ്മുടെ ഗംഗ തന്നെയാണ്. അത് മാറി നിൽക്കുകയാണ്. അങ്ങനെ മാറി നിന്ന് ഒളിച്ചു നിന്നതിന് ശേഷം ഒരു വിധത്തിൽ മറ്റുള്ളവരൊക്കെ പോയതിന് ശേഷം ഗംഗ എങ്ങനെയൊക്കെയോ ആ വീടിൻ്റെ ഉള്ളിൽ ഇവരുടെ കണ്ണ് വെട്ടിച്ച് കയറുകയും ചെയ്യുകയാണ്. അങ്ങനെ പെട്ടെന്ന് ലക്ഷ്മി ആ ഒരു കാഴ്ച കാണുകയാണ്. അപ്പോൾ ഒരാൾ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ വേഷം ധരിച്ച് വീടിൻ്റെ ഉള്ളിലേക്ക് വരികയാണ്. അവൻ്റെ കയ്യിലൊരു കത്തിയുണ്ട്. ആ കത്തി ഇങ്ങനെ കറക്കിയാണ് വരുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് ആകെ പേടിയാകുന്നുണ്ട് ലക്ഷ്മി അമ്മയ്ക്ക്. ലക്ഷ്മി അമ്മ പേടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് ലക്ഷ്മിയുടെ അരികിലേക്ക് കത്തിയുമായിട്ട് അവൻ പാഞ്ഞടുത്ത് വരികയാണ്. അവളാണെങ്കിൽ ചെവി രണ്ടും പൊത്തി ഇങ്ങനെ ഒച്ചയിടുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും നമ്മുടെ കാർത്തിക ഓടിയെത്തുകയാണ്. പക്ഷേ ഈ പറയുന്ന പോലെ തന്നെ ഇതിലാർക്കെങ്കിലും
ആരെങ്കിലും ഒരാൾക്ക് കുത്ത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതൊന്നില്ലെങ്കിൽ ലക്ഷ്മി അമ്മയ്ക്കും അല്ലെങ്കിൽ കാർത്തികയ്ക്കും ആർക്കെങ്കിലും ഒരാൾക്ക് കുത്ത് കിട്ടും, അത് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ കുത്തിയിട്ട് ഗംഗ അവിടെ നിന്നും രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഗംഗയാണ് ഇത് ചെയ്തതെന്ന് യാതൊരു തരത്തിലുള്ള അവർക്കൊരു അറിവും കിട്ടുന്നില്ല. കാരണം മുഖംമൂടിയൊക്കെ വെച്ചിട്ടാണല്ലോ. അവരെന്തായാലും ആ ദൗത്യം നിറവേറ്റി ആ കാട്ടിലോട്ട് തന്നെ തിരികെ പോവുകയും ചെയ്യുകയാണ്. അങ്ങനെ ആ കാട്ടിലോട്ട് തിരികെ പോയിട്ട് വീണ്ടും ആരും അറിയാത്ത പോലെ, അപ്പോൾ ആ കാട്ടിൽ നിന്ന് അന്നത്തെ ദിവസം അവൻ പുറത്ത് കടന്നതും അതുപോലെ ഇങ്ങനെ ഒരു കൃത്യം ചെയ്തിട്ടാണ് വരുന്നതെന്ന് പോലും കാട്ടിലുള്ള ആരും തന്നെ അറിയുന്നുമില്ല. അങ്ങനെ ലക്ഷ്മി അമ്മയെ അവരെ കുത്തിയ കാര്യം തന്നെ പെട്ടെന്ന് തന്നെ കിരണും കല്യാണിയെയും വിളിച്ചറിയിക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് ആ രാത്രി തന്നെ അവർ ഓടിയെത്തുന്നുണ്ട് ലക്ഷ്മി അമ്മയുടെ വീട്ടിലേക്ക്. അങ്ങനെ കാണുന്ന കാഴ്ച അത് സഹിക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. അപ്പോഴും അവരിങ്ങനെ പറയുന്നുണ്ട്, ആരാണ് ഈ കൃത്യം ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, കാർത്തിക പറയുന്നുണ്ട്, അത് പിന്നെ ആളെ തിരിച്ചറിഞ്ഞില്ല, ഒരു ക്രിസ്മസ് അപ്പൂപ്പന്റെ വേഷം ധരിച്ചിട്ടാണ് വന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പക്ഷേ അതൊരു പെണ്ണാണെന്ന് തോന്നുന്നില്ല, അതൊരു ആണിനെ പോലെയാണ്. അപ്പോൾ അത് ഗംഗപ്രസാദിന്റെ ആൾക്കാർ ആരെങ്കിലും ആയിരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അറിയില്ല, എന്തായാലും എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് കാർത്തിക ഭയങ്കര കരച്ചിലാണ്. എൻ്റെ കല്യാണം അത് എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും പ്രകാശനും ഇതുപോലെ തന്നെ ഒരു ഭാര്യ നഷ്ടപ്പെട്ടതിന് ശേഷം അടുത്തൊരു ദുരന്തം വരുമ്പോൾ പ്രകാശനും ആകെ തകർന്നു പോവുകയാണ്. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അത് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് കിരണേട്ടാ, ഇനിയിപ്പോൾ അവൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്തായാലും ആ കാട്ടിലോട്ട് പോകണം, ആ കാട്ടിൽ ചെന്ന് അവനെക്കുറിച്ച് അറിയണം എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. എന്തായാലും ലക്ഷ്മി അമ്മ രക്ഷപ്പെടും. ലക്ഷ്മി അമ്മയ്ക്ക് പ്രത്യേകിച്ച് ദീപയ്ക്ക് സംഭവിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല, അവനെ മരണത്തിലൊന്നും പോകില്ല, തിരിച്ചു വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുശേഷം കല്യാണിയും കിരണും കൂടി കാട്ടിലോട്ട് പോകുന്നുണ്ട്. എന്തായാലും തേൻ മേടിക്കണമല്ലോ. അപ്പോൾ വേലുവിൻ്റെ നമ്പറും ഉണ്ട്, വേലുവിനെ അറിയുകയും ചെയ്യും. അങ്ങനെ അവിടേക്ക് ചെല്ലുകയാണ്. അങ്ങനെ വേലുവിനോട് അവര് ഈ തേൻ മേടിക്കുന്നതിനിടയിൽ അവിടെ ഈ നാട്ടിൽ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ വേലുവിനെ അറിയിക്കുകയാണ്. ഈ ഗംഗയുടെ ചിത്രം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വേലു സത്യങ്ങളൊക്കെ തിരിച്ചറിയുകയാണ്. ഇങ്ങനെ ഒരാളാണ് തൻ്റെ പെണ്ണിനെ വളച്ചെടുക്കാൻ നോക്കുന്നത്, ഇത്രയും വലിയ ക്രൂരനാണ്, ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്തിട്ടുള്ളതാണ്, അതുപോലെ തന്നെ മറ്റൊരു പെണ്ണുമായിട്ട് അവന് ബന്ധമുണ്ട്, അപ്പോൾ എൻ്റെ പെണ്ണിനെ വെറുതെ അവൻ പറ്റിച്ച് നടക്കുന്നതാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ വേലു. എന്തായാലും അതിനുള്ള മറുപടി എന്തായാലും ഉടനെ തന്നെ കൊടുക്കുകയും ചെയ്യും. വേഗം തന്നെ ഈ മൂപ്പനെയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരുപക്ഷെ വിശ്വസിക്കില്ല. പക്ഷേ അവരറിയാതെ തന്നെ ഇനി എന്തായാലും വെച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഗംഗ ഇവിടെ തന്നെയുണ്ട് എന്ന സത്യം വേലു കിരണിനെ അറിയിക്കുകയാണ്. അങ്ങനെ ഇവനൊരു ചതിയനാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല, അപ്പോൾ അവന് ശബ്ദമില്ലാത്ത കാര്യമൊക്കെ പറയുമ്പോൾ അതൊക്കെ അവൻ്റെ വെറും അഭിനയം മാത്രമായിരിക്കും എന്ന് പറയാണ്. എന്തായാലും വേലു മാത്രം വിചാരിച്ചാൽ മതി ഗംഗയെ അതേ അവസ്ഥയിലേക്ക് തിരിച്ചെത്തിക്കാൻ. ഇപ്പോൾ രക്ഷപ്പെടുത്തിയ ജീവൻ കളയാൻ വേലുവിന് അറിയാം. എന്തായാലും അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ്. ഈ ഗംഗയുടെ കളികൾ ഈ പറയുന്ന കിരണിൻ്റെ ഒരു അനാസ്ഥ കൊണ്ട് മാത്രമാണ് വീണ്ടും അവൻ ഉയർത്തെഴുന്നേറ്റതും വീണ്ടും അപകടങ്ങൾ ഉണ്ടാക്കുന്നതും. ഇപ്പോൾ ഈ അമലുവിനായാലും അവളുടെ ജീവിതം നശിച്ച പോലെയാണ് ഇപ്പോൾ ഇനി അടുത്ത ഒരു കുത്ത് അതും നടന്നത് ഒക്കെ ഈ കിരണിന്റെ അനാസ്ഥ കൊണ്ട് മാത്രമാണ്. എല്ലാവരും കിരണിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.